വെച്ചേക്കണേ? വേഗം വാ, അവര് വിളിയോട് വിളിയാണല്ലോന്ന്. ക്ലീറ്റോ, രാവിലെ മുതൽ അവിടുന്ന് വിളിക്കണതാണല്ലോ, നിങ്ങൾ എന്താ പോവാത്തെ? അല്ലെങ്കിൽ കിടന്ന് മനുഷ്യനെ ഓട്ടോ ഓടിക്കണാണല്ലോ. എന്ത് മീറ്റിംഗ്, എന്തോന്ന് പാർട്ടി? എന്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ മീറ്റിങ്ങിന് വാരി കെട്ടി ഇവിടുന്ന് ഞാൻ വലിയ ആവേശത്തിൽ ചെന്നപ്പോൾ 4, 3, 7 പേരുണ്ട്. ഒരുത്തനും താല്പര്യമില്ലെന്നേ. പിന്നെ ഇന്നിപ്പോ അവസ്ഥ അത് തന്നെ, നടരാജൻ മാത്രം കാണും അവിടെ. എടി ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ മീറ്റിങ്ങും ഈ ക്ലാസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എവൻ്റെയും തലയിലൊന്നും ഒന്നും കയറില്ല. പാർട്ടിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്നോ ഒരു ബോധമില്ലാത്ത കുറേ എണ്ണം. എന്ത് പറഞ്ഞു കൊടുത്താലും ഇങ്ങനെ കീഴ്പോട്ടാ, പടവലങ്ങ വളരും പോലെ ഇങ്ങനെ കീഴ്പോട്ടാണ് ഇവൻ്റെയൊക്കെ ബുദ്ധി പോകുന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ അങ്ങനെയാണല്ലോ. വേറെ വിഷയങ്ങളൊന്നും പറയണ്ട. ഞാനേ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെങ്കിൽ ഈ പാർട്ടി പരിപാടി ഒന്ന് എന്താന്ന് ഒന്നുകൂടി പറഞ്ഞേ. അല്ല, ഈ പാർട്ടി പരിപാടി ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേറെ എന്തെങ്കിലും പുതിയ പരിപാടികളെ ഞാൻ വേറെ എന്തോ കേട്ട പോലെ തോന്നി. ഇത് ഒഴിക്കട്ടെ, കറി ഒഴിക്കട്ടെ? സ്പൂണില്ലേടി, ഒരു സ്പൂൺ എടുക്കാം. എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റും? നിനക്കൊന്നിനും വയ്യ. എന്റെ പാർട്ടിയിൽ അണിയണ പോലെ തന്നെ നീയും ചടങ്ങിന് വേണ്ടി എല്ലാം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്നെ പാർട്ടിയിലോട്ട് എടുത്തോ? അയ്യോ, എന്തിനാ അവിടെ ഉള്ളതിനെ സഹിക്കാൻ വയ്യ. എന്തൊരു ചവർപ്പ് തോന്നുന്നുണ്ടോ? കറിക്കുണ്ടല്ലേ? ഞാനോടത്ത് എന്തൊരു വെളിച്ചെണ്ണയാണ്. ഇന്നലെ വെളിച്ചെണ്ണ മേടിച്ചിട്ട് വന്നില്ലേ ക്ലീറ്റോ? അതിന്റെ ആണോ എന്ന് സംശയമുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അത് പൊട്ടിച്ചൊഴിച്ചപ്പോ മുതലൊരു മണം തോന്നുന്നുണ്ടെന്നേ. ഇതിന്റെ ഒരു മണം ഉണ്ടോ നോക്കിയേ. ചുമ്മാതല്ല, കാർച്ചതാണോ? ഓ ഇത് കാർച്ചൊന്നും അല്ല, ഇതെല്ലാം വ്യാജ സാധനങ്ങളാണ്. ഏതായാലും 10-40 വെളിച്ചെണ്ണ ഇതിപ്പോ നിരോധിച്ചേക്കുവാ. മറ്റേ വിഷം ചേർന്ന് വരും. എന്താ അതിന്റെ പേര്? പിന്നെ വിഷം എന്തെന്ന് വിഷം? പത്രം വായിക്കണം. ഏതാണ്ട് 40ഓളം പാക്കറ്റ് വെളിച്ചെണ്ണ നിരോധിച്ചിട്ടുണ്ട് വിഷമായുണ്ട്. വിഷോ? ഓ എടി, അതിനകത്ത് എന്താ അതിന്റെ പേര്? പാരഫിൻ എന്തോ പറഞ്ഞിട്ടൊരു സാധനം ഇതിൽ ചേർന്ന് വരും. അത് ഈ മണ്ണെണ്ണ അതുപോലത്തെ എന്തോ സാധനം ചേർത്തിട്ട് വരണതാണ്. ഇത് അതിന്റെ ചവയാ. വിഷം കൊണ്ട് കളഞ്ഞേരാ. അയ്യോ, ഇത്രയും വെളിച്ചെണ്ണ കളയണ എങ്ങനെ ക്ലീറ്റോ? ഇന്നലെ പൊട്ടിച്ചൊഴിച്ചതാ. നീ ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് മുഴുവനും കുടിക്ക്, കളയാം. അങ്ങനെ ചത്തൊന്നും പോകില്ല. അങ്ങനെയാണെങ്കിൽ ഇത്ര നാൾ നമ്മൾ ഉപയോഗിച്ചതോ? അത് നമ്മുടെ ആയുസിന്റെ വലിപ്പം കൊണ്ടാ ഒന്നും സംഭവിക്കാതാ. ഇത് മാത്രം തിന്നിട്ട് വെളിച്ചെണ്ണയ്ക്ക് എന്ത് ചെയ്യുന്നു? വെളിച്ചെണ്ണയ്ക്ക് ഞാൻ വൈകിട്ട് വേലാതിന്റെ കടയിൽ നല്ല നാടൻ വെളിച്ചെണ്ണ നാട്ടണ നെല്ലി നടന്ന് മേടിച്ചോണ്ട് പോവാം. എന്തോരം പൈസയാവും ക്ലീറ്റോ? പൈസ കൂടുതൽ എടുത്താലും വിഷം കഴിക്കണ്ടല്ലോ. തലേത്തേക്കല്ലേ? നന്നായിരിക്കും, തലേ തേച്ച് കൊടുക്കും. ഉള്ള മുടി പൊഴിഞ്ഞും അത് നരച്ച് ആകെ ഇതായിട്ടും. ചുമ്മാല്ല എൻ്റെ മുടി കുറേ പൊഴിഞ്ഞത്. ഇതൊക്കെ തേച്ച് തന്നെയാണ് സംഭവം. നീ അതുകൊണ്ട് കളയും. ഞാൻ കളയണോ? ഇനി മീറ്റിങ്ങിന് ക്ലാസ്സിനൊക്കെ പോകാനൊരു താല്പര്യമില്ല. എന്തായാലും പോണ്ട. പിന്നെ പോകാതിരിക്കുക, അത് അതിനേക്കാളും വലിയ കുഴപ്പമാവും. വേലായതിൻ്റെ കടയിലും ഒന്നും കഴിച്ചില്ലല്ലോ. എന്നാ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കോ? ഇല്ല, വേണ്ട. ഞാൻ നോക്കാം, അവിടെ ചായ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും. ആ തുറന്നല്ലേ കട? എനിക്കൊരു സംശയമായിരുന്നു ഇനി ചിലപ്പോൾ തുറക്കില്ലേന്ന്. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടോ? വെളിച്ചെണ്ണയില്ല, തീർന്നു പോയി. തീർന്നു? പാക്കറ്റ് വെളിച്ചെണ്ണ എടുക്കാറില്ല. അത് പരസ്യമായിട്ടുള്ള ഈ മായം എന്നുള്ളത് കൊണ്ട് ആ വെളിച്ചെണ്ണ എടുക്കാറില്ല. അയ്യോ, അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വെളിച്ചെണ്ണയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ അത്യാവശ്യമായിരുന്നു. ലൂസ് വെളിച്ചെണ്ണ ഉണ്ട്, പക്ഷേ അത് മതി, ലൂസ് മതി. ഇപ്പോൾ തീർന്നു പോയി. ഇനി നാളെ വന്നാലേ ഉള്ളൂ. നാളെ കൂടുതൽ എടുക്കാം. ഓ, അപ്പോൾ ഇന്നില്ല? ഇന്നില്ല. നാളെ കിട്ടുമോ? ഓ, നാളെ കിട്ടും. ഈ ലൂസ് വെളിച്ചെണ്ണ അത്ര നല്ലതാ? നല്ലതാണെന്നാണ്, നല്ല മില്ലിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അതെ അല്ലേ? നാളെ എപ്പോൾ വന്നാൽ കിട്ടും? നാളെ 11-12 മണിക്ക്. നാളെ എനിക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചേക്കണം കേട്ടാ. നല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുണ്ടോ? അതെ. ഈ മില്ലിൽ നല്ല സാധനമാണല്ലേ? ആ, മില്ലിന് കൊള്ളാവുന്നതാണ്. അതിന് നല്ല ചിലവുണ്ട്. അതെ, നല്ല ഡിമാൻഡ് ഉണ്ട് അല്ലേ? ഡിമാൻഡ്.